ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണല്ലോ. അത് മാനവരാശിയെ മുഴുവനും സത്യത്തിലേക്കും വിജയത്തിലേക്കും ഹിദായത്തിലേക്കും ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും വളരെ വിശാലമായ ഒരു ആശയപ്രപഞ്ചമാണ് മനുഷ്യകുലത്തിന് മുന്നിൽ തുറന്നു വച്ചിട്ടുള്ളത്. അതിൻ്റെ അവതരണ രീതിയും നൂതനമായ പദവിന്യാസവും അനുയോജ്യമായ ക്രമീകരണവും ആവർത്തനവും ഏകദൈവ സിദ്ധാന്തവും എല്ലാം തന്നെ ഖുർആൻ ചിന്തിച്ച് പഠിക്കുവാൻ വളരെ എളുപ്പമായ രൂപത്തിലാണ് സർവശക്തനായ റബ്ബ് സംവിധാനിച്ചിട്ടുള്ളത്. ഖുർആനിലെ ഉപമകൾ, ഉപമാ അലങ്കാരങ്ങൾ, ഉപദേശങ്ങൾ, ഉപചാരവാക്കുകൾ, ആവർത്തനങ്ങൾ, കഥാ ആഖ്യാനം, ചരിത്ര സംഭവങ്ങൾ എല്ലാം തന്നെ ചിന്തിച്ച് പഠിക്കുവാൻ മനുഷ്യന് ഏറ്റവും എളുപ്പമാണ്. അതാണ് സൂറത്തുൽ ഖമറിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത്. അള്ളാഹു പറയുകയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ആരാണ് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ ഉള്ളത് എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അധാർമികതയും അവിശ്വാസവും വംശീയതയും വഴി ആത്മനാശത്തിൻ്റെ വക്കിലെത്തിയ ഒരു ജനവിഭാഗത്തെ വിമോചിപ്പിക്കുന്നതിൽ ഈ ഗ്രന്ഥത്തിന് മഹത്തായ പങ്കുണ്ട്. അറബി സാഹിത്യകാരനായ വലീദ് ബിൻ മുഗീറയെ പോലും ഈ ഖുർആൻ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയ അബൂജഹലും കൂട്ടരും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരികയും അദ്ദേഹത്തോട് ഈ ഗ്രന്ഥത്തിനെതിരിൽ ഒരു പ്രസ്താവന ഇറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വലീദ് ബിൻ മുഗീറ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ഈ ഗ്രന്ഥത്തെ ആക്ഷേപിക്കുക? എനിക്ക് സാഹിത്യവും കവിതയും അതിൻ്റെ എല്ലാ വശങ്ങളും അറിയാം. പക്ഷേ ഇത് അങ്ങനെയുള്ളൊരു ഗ്രന്ഥമല്ല. ഇതിൻ്റെ അഴകും മാധുര്യവും എല്ലാവരെയും വശീകരിക്കുന്നതാണ്. അതിൻ്റെ താഴ്ഭാഗം ജലസമൃദ്ധവും മുകൾ ഭാഗം ഫലസമൃദ്ധവുമാണ്. അത് എന്നെന്നും ഉയർന്നിൽക്കുക തന്നെ ചെയ്യും. ഒരു ശക്തിക്കും അതിനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. അറബി മുശ്രിക്കുകളുടെ നേതാവായ ഉത്ബ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറേ ശകാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊന്നും മറുപടി പറഞ്ഞില്ല. ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കുറഞ്ഞ സമയത്തെ മൗനത്തിന് ശേഷം സൂറത്തുൽ ഫുസ്സില പാരായണം ചെയ്തു. സൂറത്തു ഫുസ്സിലയിലെ ഫൈൻ ആറലു ഫഖുൽ അൻദർതുകും സ്വാഖ മിസ്ല സ്വാഇഖത്തി ആദം വസമൂദ് എന്ന ആയത്ത് പാരായണം ചെയ്തപ്പോൾ ഉത്ബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായ പൊത്തി. കൂട്ടുകാർ ചോദിച്ചു, എന്തിനാണ് ഉത്ബ നീ മുഹമ്മദിൻ്റെ വായ പൊത്തിയത്? ഉത്ബ മറുപടി പറഞ്ഞു, മുഹമ്മദ് ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും, തീർച്ച. പൂർവ്വ സമുദായങ്ങളുടെ, അതായത് നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയെയും ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ജനതയും ആദ് വസമൂദ് ഗോത്രങ്ങളെയും പറ്റിയും വിവരിച്ച ശേഷമാണ് അള്ളാഹു ഈ ആയത്ത് നമ്മോട് വ്യക്തമാക്കുന്നത്. അവരെ അള്ളാഹു അവൻ്റെ സത്യദീനിലേക്കും വിജയത്തിലേക്കും ക്ഷണിച്ചപ്പോൾ അവർ ധിക്കരിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു. തന്നിമിത്തം അള്ളാഹു അവരെ കടുത്ത ശിക്ഷയ്ക്ക് പാത്രമാക്കി. ശിക്ഷ അതാണ് ഫൽ മിൻ മുദ്ദക്കിർ എന്ന ചോദ്യത്തിലൂടെ അള്ളാഹു നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അറബി സാഹിത്യകാരനായ അബ്ബാസ് മഹ്മൂദ് അക്കാദിൻ്റെ ഒരു ആപ്തവാക്യം ഞാൻ നിങ്ങളോട് പങ്കിടട്ടെ. അദ്ദേഹം പറയുകയാണ്, പല പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമം ഒരു നല്ല പുസ്തകം പല ആവർത്തി വായിക്കലാണ്. ഖുർആനാണല്ലോ ഏറ്റവും ഉത്കൃഷ്ടമായ ഗ്രന്ഥം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നു. നബി സല്ലല്ലാഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസ്. അൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു റവാഉൽ ബുഹാരി. ബുഹാരി നിവേദനം ചെയ്ത ഹദീസ്. ഉസ്മാൻ റളിയല്ലാഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക, ഖുർആൻ കേൾക്കുക, മനസ്സിലാക്കുക, ചിന്തിക്കുക, അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുക. അതിനതിരിൽ ധിക്കരിച്ചാൽ, അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അവൻ്റെ ശിക്ഷയ്ക്ക് ഈ സമുദായവും പാത്രമാകും. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഏവരെയും ചേർക്കുമാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.